അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലി, അതായത് മലയാളം ഫസ്റ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ പ്രവർത്തനമായിട്ട് വായിക്കാം എഴുതാം എന്നതാണ് വന്നിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്ന ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. ഖണ്ഡിക ഇവിടെ വായിക്കാം. ഗാന്ധിജി ഒന്നിനെയും നിസ്സാരമായി കരുതിയിരുന്നില്ല. ഓരോന്നിനും അതാതിൻ്റെ വിലയുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ലോകം കണ്ട യുഗപുരുഷനാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഒരു ദിവസം ഇംഗ്ലീഷുകാരനായ 2 പേർ ഗാന്ധിജിയെ കാണാനെത്തി. ഗാന്ധിജി വസ്ത്രം അലക്കുകയായിരുന്നു. അവർ ഇതിനു മുമ്പ് ഗാന്ധിജിയെ കണ്ടിരുന്നില്ല. വസ്ത്രം അലക്കുന്നതിന് വേലക്കാരനോ മറ്റോ ആകുമെന്ന് അവർ കരുതി. ഞങ്ങൾ ഗാന്ധിജിയെ കാണാൻ വന്നതാണ്. അദ്ദേഹം ഇവിടെയില്ലേ? അവർ ചോദിച്ചു. അദ്ദേഹം ഇവിടെയുണ്ട്, കയറിയിരിക്കൂ. വെള്ളക്കാർ ആശ്രമത്തിലെ ബെഞ്ചിൽ ഇരുന്നു. വസ്ത്രം അലക്കി ഉണങ്ങാനിട്ട ശേഷം ഗാന്ധിജി വെള്ളക്കാരുടെ അടുത്തേക്ക് വന്നു. പറയൂ, എന്താ വിശേഷം? ഗാന്ധിജിയുടെ കൂടെ താമസിച്ച് കാര്യങ്ങൾ പഠിക്കാനാണ് ഞങ്ങൾ വന്നത്. നല്ലത്, ഞാൻ തന്നെയാണ് ഗാന്ധി. അതുകേട്ട് വെള്ളക്കാർ ചാടി എണീറ്റു. അവർ അദ്ദേഹത്തെ വന്ദിച്ചു. കിണറിനടുത്ത് വസ്ത്രം അലക്കിക്കൊണ്ടിരുന്നത് ഗാന്ധിജിയാണെന്ന് അവർ കരുതിയിരുന്നില്ല. ഇനി ഈ ഖണ്ഡികയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഖണ്ഡികയിൽ സൂചിപ്പിച്ചിരിക്കുന്ന യുഗപുരുഷൻ ആരാണ്? ഗാന്ധിജിയാണ് ആ യുഗപുരുഷൻ. ഇംഗ്ലീഷുകാർ കാണാൻ വന്നപ്പോൾ ഗാന്ധിജി എന്തു ചെയ്യുകയായിരുന്നു? ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഗാന്ധിജി വസ്ത്രം അലക്കുകയായിരുന്നു എന്ന്. വസ്ത്രം അലക്കുന്നത് ആരാണ് എന്നാണ് ഇംഗ്ലീഷുകാർ കരുതിയത്? വേലക്കാരനാണ് എന്നാണ് ഇംഗ്ലീഷുകാർ കരുതിയത്. ഗാന്ധിജിയെക്കുറിച്ച് വായിച്ചതിലൂടെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ എന്തു പ്രത്യേകതയാണ് മനസ്സിലായത്? ഗാന്ധിജിയുടെ വിനയം ആണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെള്ളക്കാർ എന്തിനാണ് ആശ്രമത്തിൽ വന്നത്? ഗാന്ധിജിയുടെ കൂടെ താമസിച്ച് കാര്യങ്ങൾ പഠിക്കാൻ. ഇതെല്ലാം ഈ പാരഗ്രാഫിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. വളരെ സിമ്പിളായി നിങ്ങൾക്ക് ഉത്തരം എഴുതാവുന്നതാണ്. അടുത്തതായി പ്രവർത്തനം 2A, പത്രവാർത്തയാണ്. താഴെ കൊടുത്ത നോട്ടീസ് വായിക്കൂ. ഇവിടെ ജൂലൈ 21 ചാന്ദ്രവിജയ ദിനവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. അതിൽ ഒരു നോട്ടീസ് എങ്ങനെയാണ് തയ്യാറാക്കാവുന്നതെന്ന് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. അതിൽ എന്തൊക്കെ പ്രത്യേകതകളാണ്, അതോടൊപ്പം തന്നെ സ്വാഗതം, അധ്യക്ഷ, ഉദ്ഘാടനം, ആശംസ, നന്ദി എന്നിവയും പറയുന്നു. ചോദ്യം നോക്കാം. ചാന്ദ്രദിനാഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രവർത്തനങ്ങൾ മനസ്സിലായല്ലോ. അവ ഉൾപ്പെടുത്തി പത്രവാർത്ത തയ്യാറാക്കുക. പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തേണ്ടതാണ്. ആദ്യം തന്നെ പത്രവാർത്തയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ തലക്കെട്ട്. ചാന്ദ്ര വിജയ ദിനം ആഘോഷിച്ചു എന്നോ അതോടൊപ്പം തന്നെ നിങ്ങളുടേതായ കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് അതിനൊരു ചെറിയൊരു തലക്കെട്ട് ഉണ്ടാക്കാവുന്നതാണ്. ശേഷം ഇതിൽ പറഞ്ഞ ആരാണ് സ്വാഗതം ചെയ്തത്, ഉദ്ഘാടനം ചെയ്തത്, അധ്യക്ഷനാരായിരുന്നു എന്നീ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി, കൂടാതെ എന്തൊക്കെ പരിപാടികളാണ് അന്ന് ഉണ്ടായിരുന്നത് എന്ന് കൂടി ചേർത്ത് നിങ്ങൾക്ക് പത്രവാർത്ത തയ്യാറാക്കാവുന്നതാണ്. കൂടാതെ പത്രവാർത്തയിൽ റാണിപുരം എന്ന സ്ഥലം കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തതായി, പാത്തുമ്മയുടെ ആട് ഏത് പുസ്തകമാണ് ആദ്യം സാപ്പിട്ടത്? ഉത്തരം ബാല്യകാലസഖി. അടുത്തതായി ജീവചരിത്രക്കുറിപ്പാണ് പ്രവർത്തനം 3. കുഞ്ഞുണ്ണി മാഷുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ആത്മകഥ എന്നിലൂടെ. തൃശ്ശൂർ ജില്ല. ജനനം 1927 മെയ് 10, മരണം 2006 മാർച്ച് 26. അച്ഛൻ വലപ്പാട്ട് അതിയാരത്ത് തേറത്ത് പറമ്പിൽ ഞായപ്പിള്ളി നീലകണ്ഠൻ മൂസത്ത്. അമ്മ നാരായണിയമ്മ. കുട്ടേട്ടൻ എന്ന പേരിൽ മാതൃഭൂമിയിൽ എഴുതി. പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം. മുട്ടായിക്ക് ബുദ്ധി വെച്ചാൽ ബുദ്ധിമുട്ടായി.
അമൃത കഥകൾ, അക്ഷരത്തെറ്റ് തുടങ്ങിയ ഒരുപാട് കഥകളും. കുഞ്ഞുണ്ണി മാഷിനെക്കുറിച്ച് തന്നിരിക്കുന്ന വിവരങ്ങളും അറിയാവുന്ന മറ്റു കാര്യങ്ങളും ചേർത്ത് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. കുഞ്ഞുണ്ണി മാഷിൻ്റെ ജീവചരിത്രക്കുറിപ്പാണ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ തലക്കെട്ടായി കുഞ്ഞുണ്ണി മാഷ് എന്നും അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങളും അതിൻ്റേതായ സമയം നോക്കി എഴുതാവുന്നതാണ്. അതായത് ആദ്യം തന്നെ തുടങ്ങുകയാണെങ്കിൽ 1927 മെയ് 10 കുഞ്ഞുണ്ണി മാഷ് ജനിച്ചത്. അതിനുശേഷം അച്ഛൻ്റെയും അമ്മയുടെയും പേര്, കൂടാതെ തൃശ്ശൂർ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത് എന്നിങ്ങനെ കൃത്യമായി ഓരോ കാര്യങ്ങളും ചേർത്ത് നല്ലൊരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. അടുത്തതായി പ്രവർത്തനം 4 വിവരണമാണ്. ഭൂമിയിലെ സ്വർഗം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആസ്മിന നാടിനെക്കുറിച്ച് എഴുതിയത് വായിച്ചു നോക്കൂ. ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. ഭൂമിയിലെ സ്വർഗം. അത്ഭുതപ്പെടേണ്ട, ഈ സ്വർഗം സ്വർണം കൊണ്ടോ പവിഴം കൊണ്ടോ ഉള്ളതല്ല, ഹരിതഭംഗിയാർന്ന മരങ്ങൾ കൊണ്ടുള്ളതാണ്. പച്ച പിടിച്ച കുന്നുകളും കാറ്റിൽ തലകുലിച്ചാടുന്ന പുൽമേടുകളും മരങ്ങൾക്ക് കൂട്ടായുണ്ട്. ഇവയ്ക്ക് അടുത്തായി ഒരു പാറയുണ്ട്. വല്യാറ എന്നാണ് പേര്. പാറമുത്തശ്ശൻ്റെ വിശേഷങ്ങൾ അനവധിയാണ്. മലയാളനാട് ജയിച്ചാലും എന്ന പാഠഭാഗത്തും കേരളത്തിൻ്റെ പ്രത്യേകതകൾ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലുണ്ടാകും ഇതുപോലെയുള്ള സ്ഥലങ്ങളും കാഴ്ചകളും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കാനാണ്. നിങ്ങളുടെ നാട്ടിലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തെക്കുറിച്ചോ ഒരു വിവരണം തയ്യാറാക്കാനാണ്. അതിൽ അവിടെയുള്ള കാഴ്ചകളും അതോടൊപ്പം തന്നെ അനുഭവങ്ങളും ഭംഗിയായി എഴുതി നിങ്ങൾക്ക് നല്ലൊരു വിവരണം തയ്യാറാക്കാവുന്നതാണ്. അടുത്ത ചോദ്യം. ഭൂമിയെ അതിൻ്റെ തനിരൂപത്തിൽ ആദ്യമായി കാണാൻ ഭാഗ്യം സിദ്ധിച്ചത് ആർക്കാണ്? യൂറി ഗഗാറിനാണ്. അടുത്തത് ഒരു അഭിനന്ദന സന്ദേശമാണ്. പ്രവർത്തനം 5 ഇതാണ് മിന്നുമണി, കേരളത്തിൻ്റെ അഭിമാന ക്രിക്കറ്റ് താരം. കേരളത്തിൽ നിന്നും ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരം. വയനാട് ജില്ലയിലെ 1999 മാർച്ച് 24 ജനനം. ഇന്ത്യക്ക് വേണ്ടി ബംഗ്ലാദേശിനെതിരെയായിരുന്നു മിന്നുമണിയുടെ ആദ്യ മത്സരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മിന്നുമണിയെ അഭിനന്ദിച്ചുകൊണ്ട് സന്ദേശം തയ്യാറാക്കുക. മിന്നുമണിയെ പറ്റി നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് വേണ്ടി ജേഴ്സി അണിയാൻ സാധിച്ചതിലുള്ള നമ്മുടെയും അതോടൊപ്പം തന്നെ എല്ലാ ഇന്ത്യക്കാരുടെയും സന്തോഷവും എല്ലാം ചേർത്ത് വേണം അഭിനന്ദന സന്ദേശം എഴുതാൻ. അതോടൊപ്പം തന്നെ നിങ്ങൾ ആ കളി കണ്ടിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇതിൽ ചേർക്കാവുന്നതാണ്. അടുത്തത് പ്രവർത്തനം 6 ലഘുകുറിപ്പ് തയ്യാറാക്കാനാണ്. ജൂൺ 19 വായനാ ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടന്നു കാണുമല്ലോ. സ്കൂളിൽ നടന്ന പ്രവർത്തനങ്ങൾ കൂട്ടിച്ചേർത്ത് ലഘുകുറിപ്പ് തയ്യാറാക്കുക. ചുവടെ കൊടുത്തിരിക്കുന്ന സൂചനകൾ കൂടി പരിഗണിക്കുമല്ലോ. സൂചനകൾ നോക്കാം. PN പണിക്കർ അനുസ്മരണം, ലൈബ്രറി സന്ദർശനം, പുസ്തക വായന, പ്രിയപ്പെട്ട എഴുത്തുകാർ. നിങ്ങളുടെ സ്കൂളിൽ നടന്ന പ്രവർത്തനങ്ങൾ എല്ലാം ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അന്നുണ്ടായ എല്ലാ പരിപാടികളും അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തി നല്ലൊരു ലഘുകുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. അടുത്തത് കോയസൻ എഴുതിയത് ആരാണ്? ഉത്തരം ഉറൂബ്. ഇതോടുകൂടി ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.